വലിയ ഡയറക്ടേഴ്സ് പോലും ഭയങ്കര പേടിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളി ഓഡിയൻസ് എങ്ങനെ എടുക്കുക എന്നുള്ള നമുക്കറിയില്ല. നമ്മുടെ പടം തന്നെ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എലിമെൻ്റ് ഉള്ള ഒരു പടമാണ്. ലൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻസും നടക്കുന്ന ഒരു കഥയാണ്. ഗൗതം മേനോന്റെ അസിസ്റ്റന്റ് ആവേണ്ട ആളായിരുന്നു ഒരു ടൈം. ആസിഫിന് ഒരു ബ്രേക്ക് ആയിരുന്നു കക്ഷി. ലൈക്ക് ആസിഫ് ഒരു ഏട്ടൻ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു നിലയിലേക്ക് ഭയങ്കര ചേഞ്ച് ഓവറായിരുന്നു. അത് മുന്നേലും കോളേജ് സ്റ്റോറീസോ അങ്ങനെയെല്ലാം ചെയ്ത ആസിഫ് പെട്ടെന്നായിരുന്നു ഒരു ഏട്ടൻ കഥാപാത്രം. ഒരു വക്കീൽ, ആദ്യമായിട്ട് വക്കീൽ വേഷം. ബാഹുബലി എടുത്ത ടീംസോ അതിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, കുറേ ആൾക്കാർ, ഈവൻ പല പടങ്ങളും ഇന്റർനാഷണൽ പടങ്ങളിലെല്ലാം വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റും. ഹായ് ഹലോ, സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് ദിൻജിത്ത് അയ്യതാനാണ്. ഇപ്പൊ കിഷ്കിന്ധാകാന്ഡം സംവിധാനം ചെയ്ത് 12-ാം തീയതി റിലീസ് ആവുകയാണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇത് രാമായണമായിട്ട് റിലേറ്റഡ് അല്ല എന്ന് പല ഇന്റർവ്യൂലായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് കുരങ്ങന്മാരുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, രാമായണമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ഈ ഒരു ടൈറ്റിൽ ഇതിന് അനുയോജ്യമായതുകൊണ്ട് ഇട്ടു എന്ന് തോന്നി, അല്ല അനുയോജ്യമായതുകൊണ്ട് തോന്നി, അതുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിലേക്ക് തന്നെ എത്തിയത്? ലൈക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്, എങ്ങനെയാണ് ഇതിലേക്ക് ശരിക്കും എത്തിയത്? അതെ, എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, ഇത് രാമായണമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ കഥ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കല്ലൈപ്പത്തി റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയ, അതിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി, അവരുടെ ഇടയിലുള്ള അവരുടെ ഫാമിലി മാത്രമല്ല അതൊരു ഗ്രാമം, ആ എക്കോസിസ്റ്റത്തിൽ അടുത്തുള്ള കുരങ്ങന്മാറും അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നൊരു സാഹചര്യങ്ങൾ, പല അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക, ഒരു അധ്യായം എന്നുള്ള നിലയിൽ നമ്മളതൊരു കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അങ്ങനെ തോന്നി. ഓക്കെ, കിഷ്കിന്ധാകാന്ഡം ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ ചോദിക്കുന്നതും കിഷ്കിന്ധാകാന്ഡം വേറെ നോർമൽ പേരാണെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ടുണ്ടാവില്ല. കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്ന രാമായണം എന്നാണ്. അത് കുരങ്ങന്മാരെയും നമ്മൾ ഓൾറെഡി പോസ്റ്ററിൽ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, ഓക്കെ ഇതെന്താ നമ്മളങ്ങനെ ആ ക്യൂരിയോസിറ്റി വേണമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കിഷ്കിന്ധാകാന്ഡം എന്നുള്ള ഒരു പേര്. ഓക്കെ, അത് നമ്മുടെ പടം തന്നെ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എലിമെൻ്റ് ഉള്ള ഒരു പടമാണ്. ലൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻസും നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആപ്റ്റാന്ന് തോന്നുന്നു കിഷ്കിന്ധാകാന്ഡം. നമുക്ക് ട്രെയിലറിലും പോസ്റ്ററിലും എല്ലാം മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സയൻസ് ഫിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, അങ്ങനെ സയൻസ് ഫിക്ഷനുമായിട്ടുള്ള അങ്ങനെ സംഭവമൊന്നുമില്ല. അതന്നെ, അതെല്ലാം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടല്ലോ, അത് തന്നെയാണ് കഥ മുഴുവനും. ആദ്യ സിനിമ കക്ഷി അമ്മിണിപ്പിള്ളിയും ഇപ്പോഴത്തെ രണ്ടാമത്തെ സിനിമയും രണ്ടും ആസിഫ് അലിയാണ് നമ്മുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിനിമയിൽ ആസിഫ് അലിനെ കാസ്റ്റ് ചെയ്തതും സെക്കൻഡ് ഫിലിമിലോട്ട് വന്നപ്പോഴും സെയിം ആക്ടറിനെ തന്നെ കാസ്റ്റ് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണവും എന്തായിരുന്നു? അല്ല, ഒന്നെന്ന് പറഞ്ഞാൽ ആസിഫ് ഇപ്പൊ കക്ഷി അമ്മിണിപ്പിള്ളി എനിക്ക് തോന്നുന്നു ആസിഫിന് ഒരു ബ്രേക്ക് ആയിരുന്നു കക്ഷി. ലൈക്ക് ആസിഫ് ഒരു ഏട്ടൻ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു നിലയിലേക്ക് ഭയങ്കര ചേഞ്ച് ഓവറായിരുന്നു. അത് മുന്നേലും കോളേജ് സ്റ്റോറീസോ അങ്ങനെയെല്ലാം ചെയ്ത ആസിഫ് പെട്ടെന്നായിരുന്നു ഒരു ഏട്ടൻ കഥാപാത്രം, ഒരു വക്കീൽ, ആദ്യമായിട്ട് വക്കീൽ വേഷം. അതിൽ ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ശരിക്കും കണ്ടതാണ്, പ്രേക്ഷകരും കണ്ടതാണ്, ജനങ്ങൾ. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ ആസിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മെച്യൂരിറ്റി ഉള്ള ഒരു ക്യാരക്ടർ, നല്ല മെച്യൂരിറ്റി ഉള്ള കുറച്ച് ഒരു 40s ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ഉള്ള. അപ്പോൾ ആസിഫ് നമുക്ക് പിന്നെ അത്രയും അടുപ്പവും, നമുക്ക് ഏത് രീതിയിലും നമുക്ക് എന്തും പറയാമെന്നുള്ള ഒരു ബോണ്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈസി ആയിട്ട് ഒക്കെ അവൈലബിൾ, നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും, പടം നടക്കും. അപ്പോൾ ഈ കഥ പറയുമ്പോൾ തന്നെ മൂപ്പര് ഭയങ്കര എക്സൈറ്റഡ് ആയി. അൾട്ടിമേറ്റ്ലി പെട്ടെന്ന് നടക്കണം പടം. എന്താ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പടം നടക്കണം എന്നുള്ള കാര്യം എല്ലാം കൊണ്ട് നമ്മൾ ഓക്കെ. ഫസ്റ്റ് പിന്നെ കഥാപാത്രമായിട്ട് അത് ആസിഫ് കറക്റ്റ് ആപ്റ്റായിരുന്നു. നമുക്ക് ആ മെച്യൂരിറ്റി വേണമായിരുന്നു. വേറെ ആൾക്കാരെയും നമുക്ക് പെട്ടെന്ന് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഓക്കെ ആസിഫ് തന്നെയാണ് ഞാനും ബാഹുലും തീരുമാനിച്ചപ്പം തന്നെ നേരെ പോയി സംസാരിച്ചു, റെഡിയായി.
ഈ വിജയരാഘവൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, റീസെന്റ് ആയിട്ട് കേട്ടതിൽ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് സ്ക്രിപ്റ്റ് ആയിരുന്നു കിഷ്കിന്ധാകാണ്ഡത്തിന്റെ എന്ന്. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒരു സംവിധായകൻ എന്ന പെർസ്പെക്റ്റീവിൽ ഈ കഥ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കാനുണ്ടായ ഒരു മോട്ടീവ് എന്തായിരുന്നു? അതന്നെ, ഇത് നടക്കുന്നത് ഏകദേശം കോവിഡിൻ്റെ സമയത്താണ്. കോവിഡ് ഉള്ള സമയത്താണ് ബാഹുല് വേറെ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ചെന്നൈയിലായിരുന്നു, ഞാൻ ബാഹുല് പയ്യന്നൂർ. അപ്പോൾ ഈ സമയത്ത് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് അവൻ ബാഹുല് ഫസ്റ്റ് ട്രൈ ചെയ്തു. അപ്പോൾ അവന് നല്ല കോൺഫിഡൻ്റ് ആയി. നെക്സ്റ്റ് അവൻ എന്നോട് പറഞ്ഞു, ദിഞ്ചിത്തേട്ടാ എനിക്കൊരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒന്ന് പൊളിച്ചാലോ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ പിന്നെ കാണുന്നത് അവൻ ഈ 8 ദിവസം കഴിഞ്ഞിട്ട് അവനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റാണ് അവൻ. ആക്ച്വലി 8 ദിവസത്തിൽ അവൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇതൊന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ വായനയിൽ തന്നെ ഞാൻ ശരിക്ക് ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബ്രില്യൻ സ്ക്രിപ്റ്റ്. എന്താ പറഞ്ഞാൽ നമ്മൾ കുറേ സ്ക്രിപ്റ്റ് വായിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അത്രയും സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും കാണാത്ത ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി എലിമെൻ്റുള്ള ഇതുവരെയായിട്ട് പറയാത്തൊരു സാധനം, ഒറിജിനൽ കണ്ടന്റ് എന്ന് തന്നെ പറയാം. നമുക്ക് ഏത് സ്ക്രിപ്റ്റ് കേട്ടാലും ഓക്കെ എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എലിമെന്റ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, അങ്ങനെ നമുക്ക് തോന്നില്ല. അത്രയും ഫ്രഷ് കണ്ടന്റ് എന്ന് തന്നെ പറയാം, ഒറിജിനൽ കണ്ടന്റ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. കേട്ടും വായിച്ചപ്പം തന്നെ ഞാൻ വീണു എന്ന് പറയാം. അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ബാല ഇത് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഓക്കെ, നമുക്ക് ആക്ടർ ആസിഫ് തന്നെ. ഓക്കെ, എന്താണ് കറക്റ്റ് ആരെയാ തോന്നിയത് ഇതിൽ? അജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരെയാ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആസിഫ് തന്നെ എന്നുള്ള. അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പ്രൊഡക്ഷൻ്റെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. എല്ലാ പ്രൊഡക്ഷനും പിന്നെ ഗുഡ് വില്ല് എടുത്തു, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് നടന്നു. അപ്പൊ ഈ ആദ്യത്തെ സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും വലിയൊരു ബ്രേക്ക് വരാൻ, വലിയ ബ്രേക്ക് നല്ലൊരു 4 years ആണ് എങ്കിൽ പോലും ഒരു ബ്രേക്ക് വരാനുണ്ടായ കാരണം ഇത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തായിരുന്നു ഈ സിനിമ. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്നെ എക്സൈറ്റഡ് ആക്കുന്ന സ്ക്രിപ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് പല സ്ക്രിപ്റ്റും വായിച്ചു. എനിക്ക് എന്താ പറഞ്ഞാൽ എല്ലാവരും പറയും ഈ സെക്കൻഡ് മൂവിയാണ് ഒരാളെ നിശ്ചയിക്കുക. ഓക്കെ, ഇയാൾ പ്രോപ്പർ ഡയറക്ടറാണോ എന്നുള്ള, മീൻസ് ഇയാൾക്ക് കഴിവുണ്ടോ എന്നുള്ളത് നിശ്ചയിക്കുക സെക്കൻഡ് സ്ക്രിപ്റ്റിലാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കാലം നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്ത് നമ്മൾ അത്രയും ചേൺ ചെയ്തിട്ട് അതിന് ആ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സെക്കൻഡ് സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഓക്കെ ആ കൺസിസ്റ്റൻസി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നെല്ലാം തീരുമാനിക്കുക. അപ്പോൾ ഏതെങ്കിലും ചെയ്തിട്ട് എനിക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. ഇപ്പം ഞാൻ കോവിഡിൻ്റെ സമയത്ത് തന്നെ എനിക്കൊരു പ്രോജക്റ്റിൽ വന്നതാണ്. പക്ഷേ ഞാൻ ആലോചിച്ചു എന്താണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയം എനിക്ക് ഇത്രയും കോൺഫിഡൻ്റിൽ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട്, മീൻസ് അത്രയും നല്ലൊരു വർക്ക് ചെയ്തെന്നുള്ള ഇപ്പോഴും എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ ചെയ്താലുണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇത് ഇനി പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്, പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഐ എം ഹാപ്പി. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു പടത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇപ്പം ഈ സാറ്റിസ്ഫാക്ഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ആദ്യ സിനിമ ഇപ്പം ഇറങ്ങി നമ്മുടെ സ്വന്തം വർക്ക് നമുക്ക് കണ്ടു കഴിയുമ്പം ഒരു സംവിധായകൻ ഒരിക്കലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുപാട് സംവിധായകരാണേലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ അഭിനയിച്ചിട്ടുള്ള സിനിമകളോ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളോ ഒക്കെ പറയും നമുക്കൊരു ഫുൾ ഓൺ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന്. പക്ഷെ ഇത്ര ഒരു പെർസെൻറ്റേജിന് മുകളിലായി കഴിഞ്ഞാൽ ഓക്കെ, തിയേറ്ററിൽ ഇന്നതായിരിക്കും റെസ്പോൺസ് എന്ന് നമുക്കൊരു മുൻപ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ ഓഡിയൻസ് ഏത് രീതിയിൽ അത് പെർസീവ് ചെയ്യുമെന്നാണ് തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മലയാളം ഫിലിം ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 3 മാസത്തിൽ തന്നെ മലയാളി ഓഡിയൻസ് കാണുന്ന പടങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ, ഇതെല്ലാം ഞാൻ പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയുന്നത്. ഇപ്പം എൻ്റെ മകൻ ഇപ്പം ടീനേജായി. അപ്പോൾ അവൻ്റെ ഒരു തോട്ടിൽ അവന് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ്. ലൈക്ക് അവൻ കൊറിയൻ ഫിലിംസോ അല്ലെങ്കിൽ ജാപ്പാൻ അങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ടൈപ്പ് ഓഫ് മൂവീസ് എല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ജനറേഷൻ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര
ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ഒരു ജനറേഷൻ കുറേ മാറിയിരിക്കുന്നു. ഇനിയുള്ള ഒരു വലിയൊരു ജനറേഷൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു നമ്മുടെ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടറുകൾ പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വലിയ ഡയറക്ടേഴ്സ് പോലും ഭയങ്കര പേടിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളി ഓഡിയൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒന്ന് കോവിഡിൻ്റെ റീസൺ കൊണ്ട് തന്നെ കോവിഡ് കൊണ്ട് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻ്റർനാഷണൽ മൂവീസ് കണ്ടു, പല സീരീസും കണ്ടു. അപ്പോൾ ഒരുവിധ കണ്ടൻസ് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകനായാലും മലയാളീസ് ആയാലും ഈ വേൾഡ് വൈഡ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം മേലെയായിട്ട് ഒരു സാധനം കൊടുത്താലാണ് ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഈവൻ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഈ 5G യുഗത്തിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ആയിട്ടില്ല. ഇപ്പം നമ്മുടെ മൂവി 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് 2 മണിക്കൂർ എല്ലാവരും മനസ്സ് വെച്ചിട്ട് ഓക്കെ ഇത് നമുക്ക് കുറയ്ക്കണം, കൂടുതലാവാൻ പാടില്ല, കൂടുതലായാൽ ടെൻഷനാണെന്നുള്ളൊരു പേടി ഉള്ളിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത്ര കൂടുതൽ ഇരിക്കാൻ ഉള്ള ക്ഷമയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു 2 മണിക്കൂറിൽ ആൾക്കാർ ഇരുത്തിപ്പിക്കുന്ന രീതിയിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം പ്രസൻറ്റ് ചെയ്താലാണ് നമുക്ക് ലൈഫുള്ളൂ, മീൻസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയായിരിക്കും? ടാർഗറ്റ് ഓഡിയൻസ് 100% ഫാമിലി ഓഡിയൻസ് ആണ്. ഇമോഷണലി ഭയങ്കര എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് സ്ട്രക്ചറാണ് നമ്മൾ. അതും ആ ഒരു എക്കോ സിസ്റ്റം, കാട്, ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ഭയങ്കര അസാധാരണമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് നടക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ കുരങ്ങന്മാർ ഇവരെല്ലാം കൂട്ടിണക്കി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഫാമിലി ഓഡിയൻസ് 100% മിസ്റ്ററി ത്രില്ലറാണ്. പിന്നെ പ്രേക്ഷകനെ കൂടെ ഇത് ഒരു എന്താ പറയുക ഒരു അന്വേഷണം, ലൈക്ക് അവർ കൂടെ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു നെറേറ്റീവ് സ്റ്റൈലാണ് ബാഹുല് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു പുതുമയാണ് സത്യം പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഈ ഓരോ സീൻ വൈസ് ഒരു പുതുമയുണ്ടെന്ന് പറയാം. ഓരോ സീൻ വൈസ് എന്താ നടക്കുന്നതെന്നുള്ള ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചു, സ്ക്രിപ്റ്റ് കേട്ടു, കഥ കേട്ടു, അതിൽ നിന്നും സിനിമയിലോട്ട് അത് കൺവേർട്ട് ചെയ്തപ്പം സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ബാഹുൽ എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്നും സംവിധാനത്തിലോട്ട് വന്നപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു? ഇല്ല, നമ്മൾ മെയിനായിട്ട് സ്ക്രിപ്റ്റിൽ തന്നെ സ്ക്രിപ്റ്റിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ചില സമയം ഓക്കെ ഇതുകൂടെ ആഡ് ഓൺ ചെയ്യാം, കുറച്ചും കൂടി നമ്മൾ ഫീഡ് ചെയ്യാം, ഇത് ചില സമയം കമ്മ്യൂണിക്കേറ്റ് ആവില്ല എന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ. പക്ഷേ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ എന്താ ചെയ്തതിന് മുന്നേ സ്ക്രിപ്റ്റ് എഡിറ്റഡ് ആയിരുന്നു, പക്ക എഡിറ്റഡ് ആയിരുന്നു. ഒരു സ്ക്രിപ്റ്റ് വേർഷൻ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി സെക്കൻഡ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ തന്നെ ഒരു തേർഡ് ഡ്രാഫ്റ്റിൽ തന്നെ നമ്മൾ എഡിറ്ററുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ കൂടെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ പക്ക ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സീൻസ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഇതിലുള്ള ഇത് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള കുറേ ഷഫിൾ നടന്നിട്ടുണ്ട്. അത് നമ്മൾ എനിക്കൊന്ന് ഷൂട്ടിൻ്റെ അടുത്തെത്താറാകുമ്പോഴും നടക്കുന്ന ഓരോ പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ അതിൽ എഡിറ്റ് ലോക്ക് ചെയ്തിട്ട് അതിനുശേഷം എഡിറ്റിങ്ങിലും അതിനുശേഷം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ നമ്മൾ ചെറുപറാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ എടുക്കേണ്ട എന്താണ് അത് നമ്മൾ പ്രോപ്പർലി നമ്മൾ എടുത്തിട്ട് വെച്ചു. അല്ലാതെ എക്സ്ട്രാ ഒരു സീൻ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എഡിറ്റിങ്ങിൽ. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു അത് നല്ലൊരു പ്രോസസ്സ് ആണ്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ പല സീൻസ് കൊടുക്കും, ഡേയ്സ് എല്ലാം കൂടും. പക്ഷെ ലാസ്റ്റ് നമ്മൾ എഡിറ്റിങ്ങിൽ അത് നല്ല സീൻസ് ലേസം നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് എനിക്ക് അമ്മിണിപ്പെണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഞങ്ങൾ പ്രോപ്പർലി എഡിറ്റഡ് ആയിരുന്നു മുന്നേ. സ്ക്രിപ്റ്റിൽ അത്രയും ഒരുപാട് പ്രീ പ്രൊഡക്ഷനിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആനിമേഷൻ ഫീൽഡിലായതുകൊണ്ട് ഞാൻ കുറേ എന്താ പറയുക സ്റ്റോറി ബോർഡെല്ലാം ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതെല്ലാം അതിൽ ഉപകരിച്ചിട്ടുണ്ട്. പല
ഈ ആനിമേഷൻ ഫീൽഡിൽ നിന്നും സിനിമയിലേക്ക് എത്തി, സിനിമയോടുള്ള ഒരു പാഷൻ ആയിരുന്നു, അതിലങ്ങനെ തന്നെ നിന്നാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും ആനിമേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. പക്ഷെ ഞാൻ ആക്ച്വലി പൂനെയിൽ റിലയൻസ് എൻ്റർടൈൻമെൻറ്റിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും എന്താ എനിക്ക് ആനിമേഷൻ ആയിട്ടുള്ള ബന്ധങ്ങളായിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൂടെ. ഇപ്പം മങ്കീനെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഇത് CG ആണോ, ഇത് CG നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, കിഡിലായിട്ടുണ്ട് എന്നോട് പല ആൾക്കാരും പറഞ്ഞു. അപ്പോൾ ഒറിജിനൽ ഇതാണ്, CG ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ ചെയ്യണം. പക്ഷേ ഞാനതാ വിചാരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് നമ്മളിങ്ങനെ എടുത്തപടി നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് ഒന്ന് കണ്ടന്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കണ്ടന്റാണ് ഇപ്പോൾ സ്ക്രിപ്റ്റിലെ കിങ് തന്നെ. അപ്പോൾ കണ്ടന്റ് എന്തെങ്കിലും ഒരു CGക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു, അതല്ലാതെ ആ ഒരു പ്രോപ്പർ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി CG അതിൽ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളേ. നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും അങ്ങനെയെല്ലാം പ്ലാൻസ് ഉണ്ട്. ഇപ്പൊ പിന്നെ സിനിമയുടെ ഒരു മാറ്റത്തിന്റെ ഒരു കാലം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ CGക്കും ആനിമേഷനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടം കൂടെ ആണല്ലോ. ഇപ്പൊ നമ്മള് ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിൽ CGയും ആനിമേഷൻ വർക്കും ഒക്കെ ഒരുപാട് ഉണ്ടാകും. അപ്പം ഒരു സംവിധായകൻ പെർസ്പെക്റ്റീവിൽ അടുത്തത് അങ്ങനെ ഒരു സിനിമ മൈൻഡിലുണ്ടോ, ഒരു ആനിമേഷൻ ഒരു മൂവി? പറഞ്ഞ പോലെ 100% ചെയ്യും. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യാനുള്ള അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ സ്ക്രിപ്റ്റിൽ എൻ്റെ ഇടയ്ക്ക് നമ്മളെടുക്കുക ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് CG ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബിഗ് ബഡ്ജറ്റ് സംഭവങ്ങൾ ഓൾറെഡി ഞാനൊരു കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ടൈം ആയിട്ടില്ല. ഇപ്പം കുറച്ചൊന്ന് ഇതും കഴിഞ്ഞിട്ട് ഒരു രണ്ട് പടം കൂടി കഴിഞ്ഞാൽ ചില സമയം അതിലേക്ക് വരാം. കുറച്ചും കൂടിയും എന്താ പറയുക, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ എല്ലാവരും ഇപ്പോൾ ബാഹുബലി എടുത്ത ടീംസോ അതിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ കൂടി വർക്ക് ചെയ്ത ആൾക്കാർ, കുറേ ആൾക്കാർ, ഈവൻ പല പടങ്ങളിലും ഇന്റർനാഷണൽ പടങ്ങളിലും വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പടിപടിയായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എടുത്തിയാടി ഓക്കെ ഞാൻ ആനിമേഷൻ ഡയറക്ടറായിരുന്നു, CG ഡയറക്ടറായിരുന്നു വിചാരിച്ചിട്ട് എടുത്ത് ഒരു പടം ചെയ്യുന്നതിൽ എനിക്ക് നല്ല താല്പര്യമില്ല. പക്ഷെ സ്ലോലി പോവാം. ഇപ്പം സിനിമയിലെ സംവിധായകനായപ്പം വേറെ സംവിധായകരെ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സിനിമക്കാരും, സിനിമ ആഗ്രഹിച്ചു വരുന്ന എല്ലാവരും ഒരു ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും 2 മൂവീസിലായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ഒക്കെ ഉണ്ടല്ലോ. ഒരു സിനിമ പോലും അസിസ്റ്റ് ചെയ്യാതെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ആ ഒരു സെറ്റിൽ നിന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഡയറക്ട് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസോ, അത് സെക്കൻഡ് മൂവിയിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം എഫക്ട് ചെയ്യോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മൂവി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ 100% ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനിമേഷൻ ഫീൽഡ് ആയതുകൊണ്ട്, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറ്റ്സ് എ ഫിലിം മേക്കിംഗ് സെയിം. അത് നമ്മളൊരു ടെക്കി ഫീൽഡാണ്. ലൈക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടറിലെല്ലാം നമ്മൾ ആക്ടറാണ്, ക്യാമറാമാനാണ്, എല്ലാം ആണ്. മീൻസ് നമ്മൾ തന്നെയാണ് ക്യാമറ ഫിക്സ് ചെയ്യുക, നമ്മൾ തന്നെയാണ് ആക്ട് ചെയ്യുക, നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ടോട്ടലി നമ്മൾ വലിയൊരു ക്രൂവിനെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇത്രയും ഇതായിട്ട് ഷൂട്ട് ചെയ്യുന്നു. അതിലുള്ള ആ ഡിഫറൻസ് ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് കുറേ ഹെൽപ്ഫുൾ ആയിരുന്നു ആനിമേഷൻ ഫീൽഡിൽ നിന്ന് വന്നത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സ്റ്റോറി ബോർഡ് ചെയ്യുന്നതും അപ്പോൾ സ്റ്റോറി സീൻ ഇപ്പോൾ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു സീൻ പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രിബിൾ ചെയ്തിട്ട് ഷോർട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഉള്ളത് കൊണ്ടുള്ള ഒരു ധൈര്യമുണ്ടല്ലോ നമുക്ക്. ഓക്കെ, എൻ്റെ പടം ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അസിസ്റ്റൻ്റ് ആവാത്തത് ഞാൻ ആക്ച്വലി ലാൽജോ സാറിനോടെല്ലാം ചോദിച്ചതാണ് ഒരു ടൈം. ഞാൻ ആക്ച്വലി ഗൗതം മേനോന്റെ അസിസ്റ്റൻ്റ് ആവേണ്ട ആളായിരുന്നു ഒരു ടൈം. പക്ഷേ ആ സമയത്ത് ഗൗതം സാറ് എന്തോ ഒരു കുറേ പടങ്ങളുടെ കുറേ പ്രശ്നങ്ങളിലും പെട്ടിട്ടെന്തോ ആ സമയം എനിക്കൊന്ന് നാളെ ഇയർക്കുണർന്നെല്ലാം പറഞ്ഞ സമയം 2011-12 ആ സമയത്തായിരുന്നു. പക്ഷേ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ കേരളത്തിൽ വന്ന് കൊച്ചിയിലെ CG ഡയറക്ടറായിട്ട് കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. ഒരു കമ്പനി ജോയിൻ ചെയ്തിട്ട് അത് ഡബിൾ ബാരല്, മങ്കി പെൻ, ഇങ്ങനെ കുറേ പടങ്ങൾ
ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഉണ്ടായിരുന്ന കോണ്ടാക്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു. മീൻസ് ഡയറക്ടേഴ്സിനോട് ഷൈൻ ചേട്ടൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എബ്രി ഷൈൻ ചേട്ടൻ, അങ്ങനെ കുറേ പേര് ഇപ്പോൾ ഹെൽപ്പ് ചെയ്തതോടുകൂടി ഞാൻ കറക്റ്റ് കോണ്ടാക്റ്റിലേക്ക് ഓരോരാളെ കണ്ടുപിടിച്ചു, സംസാരിച്ചു, ആസിഫിലേക്ക് എത്തി. അപ്പോൾ ആസിഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കഥ പറഞ്ഞു, പക്ഷെ ആ കഥ നടന്നിട്ടില്ല. പിന്നെ വേറൊരു കഥ പറഞ്ഞു, അങ്ങനെ അങ്ങനെ ഇപ്പോഴും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ സംവിധായകരും ഓരോ രീതിയിലാണ് സിനിമ സംവിധാനം ചെയ്യാറുള്ളത്. ഇപ്പം അസിസ്റ്റ് ചെയ്യാതെ തന്നെ സിനിമയിലെത്തി എന്നുള്ളതിന്റെ പറഞ്ഞു. പക്ഷെ ഡയറക്ടിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ചേട്ടൻ്റെ ഒരു ഡയറക്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ്? അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ അസിസ്റ്റന്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇവരെന്താ ഡയറക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്നുള്ള എനിക്കറിയില്ല. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എനിക്കറിയില്ല. പക്ഷേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം ആണ് ചെയ്യാമെന്നറിയാം. അപ്പോൾ എൻ്റേതായിട്ടുള്ള നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആനിമേഷൻ ഫീൽഡിൽ എങ്ങനെയല്ല ചെയ്തത് അതിൻ്റെ വേറൊരു വശം എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ചെയ്താൽ ഇങ്ങനെയാണ്, ഷൂട്ടിങ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഷോർട്ട് ഡിവൈഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു പ്രോസസ്സ് എനിക്കറിയാം. പിന്നെ ഒരു ധൈര്യം തന്നെയാണ് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോസസ്സിലേക്ക് വരും തോന്നുന്നു. അതിന് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള നല്ലൊരു ക്രൂ ഉണ്ടെങ്കിൽ 100% ആ ധൈര്യമാണ്. പിന്നെ ആ ക്രൂവും എല്ലാം ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു ആ ഒരു സെൻസ് ഉണ്ടല്ലോ. ഇപ്പം ഓണം റിലീസായിട്ട് സിനിമ എത്തുന്ന ഫെസ്റ്റിവലിന് ഒരുപാട് സിനിമകളുണ്ട് റിലീസിനായിട്ട്. ഇപ്പം ഒരു ഫെസ്റ്റിവൽ ടൈമിൽ തന്നെ റിലീസ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതന്നെ, ഓണത്തിന് ആക്ച്വലി എനിക്കൊന്ന് ആസിഫിൻ്റെ ഫസ്റ്റ് ഓണം റിലീസാന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ആരെല്ലോ പറഞ്ഞു കേട്ടു, അങ്ങനെ ഓണത്തിന് റിലീസ് ചെയ്തിട്ടില്ല ആസിഫിൻ്റെ പടം. അപ്പോൾ അതും ഒരു ഹാപ്പിയാണ്. ആസിഫിൻ്റെ പടം ഫസ്റ്റായിട്ട് ഓണത്തിന്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഓണത്തിന് നമ്മുടെ ഒരു പടം റിലീസാവുന്നു. ഇതങ്ങനെ ഒരു പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഇത് വന്നു വിട്ടതാണ്. അതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന പറഞ്ഞാൽ നമുക്കുള്ള ഒരു എനർജി എന്തോ ഉണ്ടെന്നുണ്ട്. എല്ലാം ടോട്ടലി പടത്തിനൊരു എനർജി ഉണ്ട്. അത് കറക്റ്റ് പുഷ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പടങ്ങളില്ല, ഓൺലി ARM എന്ന് പറഞ്ഞ വലിയൊരു പടമുണ്ട്, അതിൻ്റെ കൂടി കോമ്പറ്റേറ്റീവ് നമ്മളുണ്ട് കൊണ്ടൽ എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഈ 3 പടം ഇപ്പോൾ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് പടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നല്ലൊരു പടമാണ്, ആൾക്കാർ 100% ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഇമോഷൻസ് എല്ലാം കൂട്ടിയിണക്കി ടീസർ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ രീതിയിലാണ് ടീസർ. ഇന്ന് ട്രെയിലർ റിലീസാവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി ഓണത്തിന് നമ്മളൊരു പടം. ട്രെയിലറിലൊരു നക്സൽ രാഷ്ട്രീയം പറയുന്നുണ്ട്, അത് ശരിക്കും സിനിമയിലുണ്ടോ? ഇല്ല. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ എവിടെയൊക്കെയോ ഉണ്ട്. കുരങ്ങനായാലും ഇതായാലും നിങ്ങൾ അതിൽ കാണുന്ന പല കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആണ്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? ആദ്യ സിനിമയിലെ ഒരു പാട്ട് വൈറലായതുപോലെ, ചെക്കൻ അങ്ങനെ പാട്ട് വൈറലായതുപോലെ ഇതില് അങ്ങനത്തെ പാട്ടുകളൊന്നും ഫോക്കസ് ചെയ്തില്ല. ഇന്ന് റിലീസായിട്ടുണ്ട്, അത് നന്നായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുജീബ് മജീദാണ് മ്യൂസിക് ചെയ്തത്, നല്ല പാട്ട്. അപ്പോൾ ജോക്കുരിയൻ പാടി, അത് എന്തായാലും ഇതേ ലെവലിൽ തന്നെ പോകുന്നു വിശ്വസിക്കുന്നു. നല്ലൊരു പാട്ടാണ്. പക്ഷെ അത് പടത്തിലില്ല. ആക്ച്വലി പാട്ടിൽ ഇതൊരു പ്രൊമോഷണൽ സോങ് ആണ്. എന്തായാലും 12-ാം തീയതി സിനിമ റിലീസാവുകയാണ്. പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? 100% പടം കാണുക, എന്താ പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുക. എന്താ പറഞ്ഞാൽ അത് നോർമൽ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് എല്ലാം തോന്നും. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ രീതിയിലാണ് ആ നറേറ്റീവ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ കാണാൻ പറ്റുന്ന, ഭയങ്കര ഫാമിലി ഇമോഷൻസോടെ കാണാൻ പറ്റുന്ന, അച്ഛൻ മകൻ ബന്ധമുള്ള, എനിക്കൊന്ന് അടുത്ത കാലത്തൊന്നും അച്ഛൻ മകൻ ബന്ധമുള്ള പടങ്ങളൊന്നും കൂടുതൽ കണ്ടിട്ടില്ല. അത്രയും നല്ല ഭയങ്കര ഇൻറ്റൻസ് ഡെപ്തുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫ് ആൻഡ് വിജയരാഘവട്ടൻ അത്രയും നല്ലൊരു കോംബോ ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 100% വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു കോംബോ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോംബോയാണ് അപർണ ബാലമുരളി, ആസിഫ്, ആ ഒരു കോംബോയും. ബാക്കി കാസ്റ്റുകളെ പറ്റിയും കൂടെ പറയാം. അതെ, അതിൽ ആസിഫ് അലി, അപർണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജഗദീഷ് ഏട്ടൻ ഉണ്ട്. ജഗദീഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു
ആലിമി കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് മീൻസ് വേറെ ക്യാരക്ടർ വൈസ് എല്ലാം എടുത്തു നോക്കിയുള്ള വേറൊരു പെർഫോമൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതേപോലെ നമ്മുടെ അശോകേട്ടൻ CPO മധു എന്ന് പറഞ്ഞിട്ട് വേറെ ടോട്ടലി ഡിഫറെൻറ്റ് അശോകേട്ടനെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അശോകേട്ടൻ. നമുക്ക് പല ഏരിയാസിൽ നമുക്ക് ഭയങ്കര അയ്യോ അശോകേട്ടനെ ഇത്രയും കാലം ആരും യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. കുറച്ചൊരു ഗ്യാപ്പ് വന്നല്ലോ. പക്ഷേ അശോകേട്ടൻ 100% അശോകേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതേപോലെ അതന്നെ പിന്നെയും കുറേ ക്യാരക്ടേഴ്സാണ്. നമ്മളെ നിഴൽകൾ രവി എന്ന് പറഞ്ഞ തമിഴ് ആക്ടറുണ്ട്. പിന്നെ നിഷാനുണ്ട്. നിഷാൻ എനിക്കൊന്ന് ഋതുവിന് ശേഷം തോന്നുന്നു ആസിഫിൻ്റെ കൂടെ ചെയ്യുന്ന പടം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സ്റ്റാർക്ക് ഉണ്ട്. നല്ല നല്ല സ്റ്റാർസാണ് നമ്മളതിൽ. ഒരു സംവിധായകൻ ആഗ്രഹിക്കുന്ന ആശിച്ച രീതിയിലുള്ള ഒരു കാസ്റ്റും ക്രൂവും എല്ലാം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പം അതിന്റെ ആ ഒരു നമുക്ക് റിലീസ് കഴിഞ്ഞിട്ടും അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു റിസൾട്ട് തന്നെ. എന്നാലും 12-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ഓണത്തിന് നമുക്ക് ഒരുമിച്ച് തിയേറ്ററിൽ തന്നെ പോയി കാണാം. നമ്മുടെ റിവ്യൂസ് എന്തായാലും ഞങ്ങൾ ടീം സിനിമാ ഭ്രാന്തനും ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.